നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഫോണിൽ ഒരു മെസ്സേജ് ഉണ്ടാവും. മെസ്സേജ് ഉപയോഗിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചാലും വാട്സപ്പോ ഫേസ്ബുക്ക് എന്ത് ഉപയോഗിച്ചാലും മെസ്സേജിങ് നോർമലായിട്ടുള്ള ആ മെസ്സേജ് നമുക്ക് അത്യാവശ്യമാണ്. നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ OTP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക ഈ മെസ്സേജിലാണ്. ഇങ്ങനെയുള്ള ഈ മെസ്സേജ് ഡീഫാൾട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവും, ബോറടിക്കുന്ന രീതിയിൽ. അതിന് ഒരു ഫീച്ചറുകളും ഉണ്ടാകില്ല. എന്നാൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചറുകളുള്ള നല്ലൊരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ, അതാണ് ഈ വീഡിയോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഉപകാരമാണ്, ഇഷ്ടപ്പെട്ടിക്ക് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ആദ്യം ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരിക, അവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം വരുന്ന ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് അക്സെപ്റ്റ് കൊടുക്കുക, വീണ്ടും ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഡീഫാൾട്ട് മെസ്സേജിങ് ആപ്ലിക്കേഷനായിട്ട് സെറ്റ് ചെയ്യണം. അതിന് ഈ മെസ്സഞ്ചർ SMS എന്നുള്ള ഇതിന് നേരെ ടിക്ക് ചെയ്തിട്ട് സെറ്റ് ആസ് ഡിഫാൾട്ട് കൊടുക്കുക, വീണ്ടും ഓക്കെ കൊടുക്കുക. കഴിഞ്ഞ് നമ്മളെ മെസ്സേജിങ് ആപ്ലിക്കേഷൻ മാറി. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ട സെറ്റിങ്സുകൾ, ഇവിടെ സെറ്റിങ്സിന്റെ ഐക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ സെറ്റിംഗ് സെക്ഷനിലേക്ക് പോയി ഇവിടെ നമുക്ക് കാണാം ഒരുപാട് ഓപ്ഷൻസ്. തീംസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ മെസ്സേജിങ് ആപ്ലിക്കേഷന് വേണ്ട തീം, ഇഷ്ടംപോലെ തീമുകളുണ്ട്. ഏത് തീം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ സെലക്ട് ചെയ്യട്ടെ. ഒരു കളർഫുൾ ആയിട്ടുള്ള തീം ഞാനിവിടെ സെലക്ട് ചെയ്ത് ഇനി നമുക്ക് വീണ്ടും അതേ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഇപ്പം ഇങ്ങനെ ഉള്ളത്, ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ, ഇഷ്ടമുള്ള കളർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫോണ്ട് ആൻഡ് ഫോണ്ട് സ്റ്റൈൽ കൂടെ നമുക്ക് ഇതിൻ്റെ ഈ ഫോണ്ട് സൈസ് ഇവിടെ നോർമലും ലാർജും ഉണ്ട്. അത് നമുക്ക് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുക. ലേശം ഒരു കാഴ്ച പ്രശ്നമൊക്കെ ഉള്ളവർക്കുണ്ടെങ്കിൽ വലിയ അക്ഷരത്തിലേക്ക് മാറ്റാം, ഇതുപോലെ. അതുപോലെ ചേഞ്ച് ഫോണ്ട് കൂടെ നമുക്ക് ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട്. ഇഷ്ടമുള്ള ഒരു ഫോണ്ടിലേക്ക്, നല്ല അടിപൊളി ഫോണ്ടിലേക്ക് നമുക്ക് മാറ്റാം. പിന്നുള്ളത് ഈ ബബിൾ എന്നുള്ള ഓപ്ഷനിൽ കൂടെ നമുക്ക് ഇവിടെ പല രീതിയിലുള്ള, അതായത് നമ്മളെ ആ ചാറ്റിന്റെ ഭാഗമല്ലേ, ആ ഭാഗം ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. സ്ക്വയറോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം, അടിപൊളി ബബിളാക്കി എടുക്കാം. അതുപോലെ ഇതിനുള്ള മെസ്സേജ് ട്യൂണ്, ഈ റിംഗ് ടൂണ് കൂടെ മെസ്സേജ് വരുന്നേരോ ഉള്ള ആ ട്യൂണ് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ തന്നെ ഒരു ഫോട്ടോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ അതിനും ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളിടത്ത് കൂടെ ഇവിടെ ഗാലറിൻ്റെ ഐക്കൺ ഉണ്ട്. ഈ ഗാലറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗാലറിയിലുള്ള ഏതൊരു ഫോട്ടോ നമുക്ക് മെസ്സേജ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാം, ഒരു വാൾപേപ്പർ പോലെ. അത് നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇതാ ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ഇങ്ങനെ സൂം ഔട്ട് ചെയ്യുക, അങ്ങനെ ആക്കിയിട്ട് നമുക്ക് എതത്തിനാക്കിയിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റ് ആവും. നമ്മളെ മെസ്സേജ് ബാക്ക്ഗ്രൗണ്ടിൽ അതും സെറ്റ് ആവും. ഇങ്ങനെ നമ്മളെ മെസ്സേജിങ് ആപ്ലിക്കേഷനിൽ അടിപൊളിയായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഈ മെസ്സഞ്ചർ SMS എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടിക്കിൻ്റെ ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോക്ക് വേണമെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേ കിട്ടും, അതും നമുക്ക് ഒരു മോട്ടിവേഷനാണ്, ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.